അന്ത്യകാലത്തെ ലോകത്തിലുള്ള സകല രാജ്യങ്ങളും എതിർ ക്രിസ്തുവിന്റെ അഖില ലോക ഭരണത്തിന്റെ കീഴിൽ 7 വർഷം എത്തിച്ചേരും എന്ന് പറഞ്ഞാൽ ഇനിയും ഒരു നേതാവ് ഭരിച്ചാൽ മതി. പല നേതാക്കന്മാർ പല രാജ്യത്തിരുന്ന് ഭരിക്കണ്ട, ഒറ്റയാൾ ഭരിച്ചാൽ മതി. അതിനു വേണ്ടി അന്തിക്രിസ്തു ഇവിടെ ഭരിക്കാൻ വേണ്ടി അവൻ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. അവന്റെ ഭരണത്തിന്റെ കീഴിൽ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 16 മുതൽ 18 വരെയും ചെറിയവരും വലിയവരും, സമ്പന്നന്മാരും ദരിദ്രന്മാരും, സ്വതന്ത്രന്മാരും ദാസന്മാരും എല്ലാവരും ഇഷ്ടം പോലെ ജീവിക്കാൻ പറ്റിയല്ല. വലങ്കൈയിലോ നെറ്റിമേലോ മുദ്ര കിട്ടണം. എന്താ മുദ്ര? മൃഗത്തിന്റെ പേരിന്റെ മുദ്രയാണ്. ആ മുദ്രയില്ലാതെ ഒരു കാപ്പിക്കട പോയിട്ട് കാപ്പി പോലും കുടിക്കാൻ പറ്റിയല്ല. കാരണം ഈ നമ്പർ കാണിച്ചു കൊടുക്കണം, അല്ലതൊന്നും നടക്കുകയില്ല. അതിപ്പോഴേ ആയിക്കഴിഞ്ഞിരിക്കുകയല്ലേ. ഇന്നാരും പണം കൊണ്ട് നടക്കണ്ട. നമ്മുടെ കയ്യിലെ ഒരു മൊബൈൽ മതി, ബാങ്കിൽ നിക്ഷേപിച്ചാൽ മതി. ആവശ്യമുള്ള ഏത് കടയിലും നമുക്ക് ഇവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ശബ്ദം കേൾക്കും, അദ്ദേഹത്തിൻ്റെ ഫോണും ചലിക്കും. കാരണം അതിൻ്റെ പണം അവിടെ എത്തിച്ചേർന്നെന്ന്. ഇതൊക്കെ എന്ന് പറയുമ്പോഴേ ഈ വലങ്കയിലോ നെറ്റിമേലോ അതെ മുദ്ര നമ്പര് അവർ സ്കാൻ ചെയ്യും. ഉദാഹരണമായിട്ട് ഒരു പലചരക്കട കയറി, ഫോണില്ല, വേറെ ഒന്നുമില്ല, പണമില്ല, ഒരു 50,000 രൂപ സാധനമോ അല്ലെങ്കിൽ ഏതെങ്കിലും സാധനമോ മേടിച്ചു വരിക്കുക. ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു സ്കാനർ മെഷീൻ കാണും. നെറ്റിമേൽ നോക്കുമ്പോൾ തെളിഞ്ഞു വന്നു, അത് ഡിസ്കൗണ്ട് ചെയ്തു. ചുരുക്കം പറഞ്ഞാൽ വരാൻ പോകുന്ന സംഭവമാണ്. അത് അന്തിക്രിസ്തുവിന്റെ ഭരണത്തിന് മുമ്പേ അത് വന്നിരിക്കും എന്നുകൂടെ നമ്മളെ ഓർത്തുകൊള്ളണം. ചില പറയാറുണ്ട് യേശുക്രിസ്തു ഇല്ലെന്ന്. താങ്കൾക്ക് യേശുക്രിസ്തു ഇല്ലെങ്കിൽ ഇല്ല, അത്രയേ ഉള്ളൂ. ബാക്കിയുള്ളവരെ ആരും അന്വേഷിക്കുക ആരുമില്ലല്ലോ. അനുഭവിച്ചറിയുന്നവർക്കറിയാം യേശുവൻ ഉള്ളത്തിൽ വന്ന നാളിൽ എന്തു മാറ്റം എന്നാണ് പാട്ടുകാരൻ പറഞ്ഞിരിക്കുന്നത്. യേശു ഹൃദയത്തിലുണ്ടെങ്കിൽ ആകമാനം മാറും, എല്ലാം മാറും. യേശു ഹൃദയത്തിൽ ഇല്ലാത്തൊരുത്തും വിളിച്ചു പറയാണ്, യേശുവില്ല, വേണ്ട. സ്വർഗമില്ല, നിനക്ക് വേണ്ട. പക്ഷെ ഇവിടെ ഒത്തിരി ആളുകൾക്ക് വേണം. നിന്റെ ആശയമൊന്നും ഇവിടെ ജയിക്കുകയില്ല. കാരണം ബൈബിള് പഠിച്ചാൽ യേശു ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും, ഒരു നരകം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും, സ്വർഗം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കർത്താവിന്റെ വരവെ സഹോദരങ്ങൾ അടുത്തിരിക്കുകയാണ്. ഇതിന് സംഖ്യ 666 666. പലരും പരീക്ഷിച്ച് നോക്കി, 665 യോജിക്കുന്നില്ല. എന്നാൽ 667 ഈ നമ്പർ അല്ലാതെ മാച്ച് ചെയ്യുന്നില്ലെന്നാണ് ഇന്ന് കമ്പ്യൂട്ടർ വിഭാഗം വിളിച്ചു പറയുന്നത്. എത്ര സത്യമായിരിക്കുന്നു? നമുക്ക് റഷ്യയെ പറ്റി ഒന്ന് ചിന്തിക്കാം. ഒരു കാലത്തെ റഷ്യ അറിയപ്പെട്ടത് സോവിയറ്റ് യൂണിയൻ. പല കൊച്ചു രാജ്യങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തി ഒരു യൂണിയൻ ഉണ്ടാക്കി. അതിന്റെ തലപ്പത്ത് റഷ്യ. പക്ഷേ സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞായ ഒരു പ്രസ്ഥാനം ബൈബിളില്ല. കർത്താവിന്റെ വരവായപ്പോഴത്തേക്ക് സോവിയറ്റ് യൂണിയൻ അത് പൊളിഞ്ഞു. ഓരോ രാജ്യങ്ങളെ സ്വതന്ത്രമായി. പഴയ പേര് വന്നു, റഷ്യ. അതിനകത്ത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് റോസ്, റഷ്യയുടെ പേരാണ്. എന്നാലും ലോകത്തിലെ വിസ്തീർണമുള്ള ഏറ്റവും വലിയ രാജ്യമാണ് റഷ്യ. ലോകത്തിലെ ശക്തി രാജ്യങ്ങളിൽപ്പെട്ട ഒരു വലിയ ശക്തി രാജ്യം കൂടെയാണ് റഷ്യ. അവന്റെ നേതൃത്വത്തിലായിരിക്കും യുദ്ധത്തിനായിട്ട് കടന്നു വരുന്നത്. അത് ബൈബിൾ ശരിയാമണ്ണം പ്രസ്താവിച്ചിരുന്നു. യെഹെസ്കേൽ പ്രവചനം 38-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിച്ചു നോക്കൂ. യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായതെന്നാൽ
മനുഷ്യപുത്ര, രോസ്, മേശക്ക്, തൂബേൻ എന്നിവരുടെ പ്രഭുവായ മാഗോഗ് ദേശത്തിലെ ഗോഗെ, ഒരു വലിയ നേതാവ് വരും. കിഴക്കൻ രാജ്യത്തെ എല്ലാം കേന്ദ്രീകരിച്ച് റഷ്യ മുന്നോട്ട് കടന്നു വരും. അവരുടെ നേതൃത്വത്തില് ഇസ്രായേൽ ആക്രമിക്കാൻ വരുമെന്ന് ബൈബിൾ പറയുന്നു. അതിന് സന്നാഹങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തന്നെ കിഴക്കൻ രാജ്യമൊന്നും പടിഞ്ഞാറ് രാജ്യമൊന്നും വേർതിരിഞ്ഞ് നടന്നു കഴിഞ്ഞു. ഏതാണ് കിഴക്കൻ രാജ്യം? നമ്മുടെ ഇന്ത്യ മഹാരാജ്യം കിഴക്കിൽപ്പെട്ടതാണ്. അവിടെ കിഴക്കോട്ട് പോയി കഴിഞ്ഞാൽ റഷ്യയുണ്ട്, ചൈനയുണ്ട്, സൈബീരിയ ഉണ്ട്, ജപ്പാനുണ്ട്. ഇതെല്ലാം ഈ കിഴക്കൻ രാജ്യത്തിന്റെ ശക്തികളുടെ കേന്ദ്രങ്ങളാണ്. ഇനി പടിഞ്ഞാറോട്ട് പോയി കഴിഞ്ഞാൽ അമേരിക്കയുടെ നേതൃത്വത്തില് ഉള്ളതായ രാജ്യങ്ങള്, അത് അമേരിക്കയായിരിക്കും അതിൻ്റെ തലവനായിട്ട് നിൽക്കുന്നത്. കിഴക്കും പടിഞ്ഞാറും അങ്ങനെ രണ്ട് വിഭാഗങ്ങൾ ആയിക്കഴിഞ്ഞു. കിഴക്ക് വരുന്നത് ഇസ്രായേലിനെ പരാജയപ്പെടുത്തുവാൻ, പടിഞ്ഞാറ് അമേരിക്കൻ രാജ്യങ്ങള്, അവരുടെ ബ്രിട്ടന്, ഫ്രാൻസ്, ആ രാജ്യങ്ങളൊക്കെ വരുന്നത് ഇസ്രായേൽ രക്ഷിക്കാൻ വേണ്ടി. നോക്കിക്ക്, ഇപ്പോളെ രണ്ട് വിഭാഗമായി കഴിഞ്ഞു. വെളിപ്പാട് ദിവസം 16-ാം അധ്യായം 12-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു നോക്കൂ. കിഴക്ക് നിന്നും വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുക്കുവാൻ വെള്ളം വറ്റിപ്പോയി. വറ്റിപ്പോയെന്ന് പറഞ്ഞാൽ അവിടെ വെള്ളം, യൂഫ്രട്ടീസ് നദിയിലെ വെള്ളം വറ്റിക്കും. കാരണം വലിയൊരു കരസേനയാ വരുന്നത്. വ്യോമ ആക്രമണങ്ങളുണ്ട്, പക്ഷെ അതിനെക്കാട്ടിൽ ശക്തിയേറിയ കരസേന വരും. എന്തിനു വേണ്ടി? ഇവരെ തകർക്കാൻ വേണ്ടി വരും. അതിനുവേണ്ടിയാണ് ഒരു വലിയ പാത വന്നുകൊണ്ടിരിക്കുന്നു. ചൈനയുടെ ഭാഗത്തു നിന്നും ഇതാ വലിയൊരു പാത ഇറാന് അവിടെ എത്തിച്ചേരത്തക്കവണ്ണം വലിയ വീതിയുള്ളതായ, അതിന് പേര് നമുക്ക് ചിന്തിപ്പാൻ കഴിയാതെ വണ്ണം, ഇന്ന് കാണുന്ന ഹൈവേ ഒന്നും അല്ല, അതിനെക്കാട്ടിലും വീതിയുള്ളതായ സിൽക്ക് വേ എന്നുള്ള വലിയ ഒരു പാത പണിതു വരുന്നു. എന്തിനു വേണ്ടി? ഈ പാവപ്പെട്ട ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. ഇല്ലാതാകുമോ ഇല്ലയോ എന്നൊക്കെ ബൈബിള് പറയുന്നു. ഇപ്പം ഞാനത് ആവർത്തിക്കാൻ താല്പര്യപ്പെടുന്നില്ല. സംഭവങ്ങൾ വിളിച്ചു പറയുന്നത് നമ്മുടെ കർത്താവ് വരുന്നു. ബൈബിളിലെ പ്രവചനങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ വരവ് വാതിക്കലാകുന്നു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും യേശുവിനെ അറിയാത്തവരുണ്ടെങ്കിൽ നല്ല അവസരമാണ്. ഒരു പണം ചെലവാക്കണ്ട, ഒന്നും ചെലവാക്കണ്ട. ഹൃദയം തുറന്ന് നെഞ്ചത്ത് കൈവച്ചിട്ട് ഞാൻ പാപിയാണെന്ന് പറഞ്ഞാൽ എൻ്റെ എത്ര വലിയ പാപത്തെയും പരിഹരിപ്പാൻ കഴിവുള്ള നല്ല കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട്. യേശു വരാറായി, ഒരുങ്ങുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.